കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നടന്നുവന്ന ആവള തറമ്മൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടന്നത്. നാട്ടിലെ പ്രദേശവാസികൾ ഒന്നാക്കി ഏറ്റെടുത്ത പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ വൈവിധ്യമാർന്ന വിവിധ പരിപാടികളുടെയാണ് നടന്നുവന്നത്. 6 ദിവസം നീണ്ടുനിന്ന പഞ്ചലോഹ വിഗ്രഹ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മള് 24-ാം തീയതി ആചാര്യവരണത്തോടുകൂടി തറമ്മൽ അയ്യപ്പ ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കർമ്മം വളരെ ഭംഗിയായിട്ട് ഇന്ന് സമാപിച്ചു. വളരെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും പ്രത്യേകിച്ച് എല്ലാ നാട്ടുകാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമ്മളെ സഹായിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം വളരെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഒരു ഗാനമേളയും കൂടെ ഉണ്ട്. ഒരു ഭൗതികമായ പരിപാടി എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ ഭംഗിയായി എല്ലാ കലശങ്ങളും പരികലശങ്ങളും ബ്രഹ്മകലശവും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഈ ക്രിയ വളരെ വളരെ ശുഭത്തോടുകൂടി പര്യവസാനിച്ചു. അതിന് എല്ലാവരോടും വളരെ വളരെ നന്ദി. പിന്നെ ഈ കർമ്മത്തിൽ നമ്മളെ സഹകരിച്ച എല്ലാ തന്ത്രി മുഖ്യന്മാരും മേശാന്തിയും കമ്മിറ്റിക്കാരും എല്ലാവരും അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി പല സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഇതോടൊപ്പം തന്നെ ഗണപതി വിഗ്രഹ പ്രതിഷ്ഠയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും മറ്റ് തന്ത്രി മുഖ്യന്മാരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദിവസവും അന്നദാനം ഏർപ്പെടുത്തിയിരുന്നു. ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ശ്രീ തറമ്മൽ അയ്യപ്പ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ദിനമാണ് ഇന്ന്. 14 വർഷത്തോളമായി ആവള പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ മാതൃസമിതി വർഷങ്ങളായി എല്ലാ നിലയിലും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അന്നദാന പരിപാടിയിലും ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയും സജീവ സാന്നിധ്യമാണ് വനിതാ സമിതിയുടെ ഇവിടെ. ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെയാണ്. സ്വാമി ശരണം. ഇവിടെ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു അമ്പലമാണിത്. അതേപോലെ എല്ലാത്തിലും മുഖ്യ പങ്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് മാതൃസമിതി എന്ന കമ്മിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും 24 മുതൽ 29 വരെയാണ് ഇവിടെ മാതൃസമിതിയുടെ എല്ലാ സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. മാതൃസമിതിയുടെ കലാപരിപാടികൾ ഇവിടെ നടത്തി. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളും മാതൃസമിതിയിലെ മുഴുവൻ അംഗങ്ങളും സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഞങ്ങൾ 14 വർഷമായി ഇവിടെ അമ്പല പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഒത്തുചേർന്നുകൊണ്ട് ഒരു മാതൃസമിതി രൂപീകരിക്കുകയും ആ മാതൃസമിതിയിൽ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടത്തുകയും അമ്പലത്തിന് വേണ്ടുന്ന ഉള്ളിലുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതുവരെ നല്ല നിലയിലെത്തി. ഇപ്പോൾ ഏകദേശം 24 മുതൽ 29 വരെ നടന്ന ഈ ചടങ്ങിൽ ഇന്ന് ഞങ്ങളുടെ പ്രതിഷ്ഠ കഴിഞ്ഞു. ആ പ്രതിഷ്ഠയിലും സജീവ സാന്നിധ്യം ഞങ്ങളിൽ നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ വിവിധ ഭക്ഷണ മേഖലകളിലും മറ്റ് പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ സജീവമായ പങ്കാളിത്തം കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും ഉയർന്ന് മുന്നോട്ട് പോകാനുള്ള വീറോടെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ ഞങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.